ഹലോ ഫ്രണ്ട്സ്, സൺഡേ ആയിട്ടെന്ന പരിപാടി. ഞാൻ കുറച്ച് ഞണ്ട് കിട്ടീനെ. ഞാനത് റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ച് ക്ലീൻ ആക്കലാം. എൻ്റെ മോനെ വീഡിയോ പിടിക്കുന്നവന് ഞണ്ടിൻ്റെ മണയെ പിടിക്കില്ല, അതുകൊണ്ട് ദൂരെ നിന്നിട്ടാണ് പിടിക്കുന്നത്. അങ്ങനെ ഞണ്ടെല്ലാം ക്ലീനാക്കി എടുത്ത് നമുക്ക് റോസ്റ്റ് ആക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി, കുറച്ച് സവാള, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യമായ പൊടികളും എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലാവുമ്പോൾ ഞണ്ട് റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും, നാടൻ ടേസ്റ്റ് വരും. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് സവാളയും ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ചെറിയുള്ളി മാത്രമേ എടുക്കുള്ളൂ. ഇന്ന് ചെറിയുള്ളി കുറവായതുകൊണ്ടാണ് സവാളയും കൂടി എടുത്തത്. ചെറിയുള്ളി മാത്രമാണ് നല്ല ടേസ്റ്റ് ആട്ടോ. സവാള ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നന്നായി വഴന്ന് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പേസ്റ്റാക്കി വെച്ചത്, പേസ്റ്റല്ല ഒന്ന് അടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ടാകുമ്പോൾ അതിനകത്തേക്ക് തക്കാളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റി വേഗം വഴലാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കാം. നന്നായി വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല മണലം വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഞണ്ടിട്ട് കൊടുക്കാം. ഞണ്ടിന് അധികം വെള്ളമൊന്നും ആവശ്യമില്ല. പിന്നെ ഇനി ഞണ്ടിട്ട് നന്നായി ഇളക്കി മൂടി വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണേ. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനൊരു ചെറിയൊരു തിക്ക് ഗ്രേവിയിലാണ് ആക്കുന്നത്, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത്. അപ്പോൾ നമ്മൾ ഞണ്ട് കറി ഇതാ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ഞണ്ട് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റർ വന്നിട്ടുണ്ട്. ഇത് ചെറിയ മോനേവേ, ഇവനെല്ലാം ഇഷ്ടമാണ്. മീനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. വലുതൊന്നും കഴിക്കൂല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ